അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തെത്തി. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് എനിക്ക് ശരിക്കൊരു ഗ്രോത്ത് സോണാണ്. ഈ കംഫർട്ട് സോൺ ഗ്രോത്ത് സോൺ എന്നുള്ള രീതിയിൽ ഇപ്പം എൻ്റെ രീതിയിൽ ഞാൻ പറയാം. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ അപ്പോൾ വീട്ടിൽ പല കാര്യങ്ങളും ബോധേണ്ട ആവശ്യമില്ല. പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ബോധമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് ബോധം തുടങ്ങും. എനിക്ക് ട്രിവാൻഡ്രം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മാറിത്തണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 വർഷത്തിന് എൻ്റെ അടുത്താവാറായി. പക്ഷെ എന്നാലും ആ വീട്ടിൽ കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഉള്ള കുറേ ചാലഞ്ചസ് ഉണ്ട്. കുറേ റെസിസ്റ്റൻസ് നമ്മൾ ഫേസ് ചെയ്യും. പ്രത്യേകിച്ച് പഠിക്കാനാണെങ്കിലും. കാരണം വീട്ടിലെത്തുന്ന ആൾ കറങ്ങി ഒരു പരിപാടിയൊക്കെ നടന്നിട്ട് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഫുൾ പഠിപ്പായി മാറുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ആ സാധനം കിട്ടി. അവർ രാവിലെ മുതൽ അതിൻ്റെ പഠിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചാലഞ്ച് ഓൺ ഗോയിങ് ആണ്. അപ്പോൾ ചാലഞ്ചിൻ്റെ രാവിലെ ഒന്നും തീർക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ബാക്കി തീർക്കണം. അപ്പോൾ ഓക്കെ, തീർത്തിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഈ ബുക്ക് വായിക്കുമ്പോൾ എന്താ പറയുക, ഓരോ വട്ടം എനിക്ക് കൂടുതൽ അങ്ങനെ ഇഷ്ടമായിക്കൊണ്ടിരിക്കും. വായിക്കും തോറും എനിക്ക് ഇഷ്ടമായിക്കൊണ്ടിരിക്കും ഈ ബുക്ക്. ചിത്ര ബാനർജി ഒരു രക്ഷയില്ലാത്ത എഴുത്തര കേട്ടോ. ഐ മീൻ എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ബുക്ക് വായിച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. പക്ഷേ ഈ ബുക്ക് ശരിക്കും ഹുക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ സീതയുടെ ക്യാരക്ടറൊക്കെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. കണക്റ്റ് ആവും, ഭയങ്കര കണക്ഷൻ കിട്ടും. ആ രീതിയിലാണ് ആൾ എഴുതിയേക്കണത്. ചില ലൈൻസൊക്കെ ഉണ്ട് അതിൽ. സീതയുടെ അമ്മ സീതയുടെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്, പേടിക്കണ്ട, സ്പോയിലറൊന്നുമല്ല. നമ്മുടെ ട്രൂ സെൽഫിനെ ക്ലൗഡഡ് ആക്കുന്ന അല്ലെങ്കിൽ മറയ്ക്കുന്ന എന്തും ഒരു ട്രാപ്പാന്ന് ഉള്ള രീതിയിൽ. ഈ ഈ ഡയലോഗ് ഞാൻ വേറൊരു ബുക്കിലാണ് വായിക്കണമെങ്കിൽ, ഐ മീൻ നോൺ ഫിക്ഷൻ ബുക്കിലാണ് വായിക്കണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത്രയ്ക്ക് കൊള്ളില്ലായിരുന്നു. ബട്ട് ഒരു ഫിക്ഷനിൽ വായിക്കുമ്പോൾ എനിക്ക് ഫിക്ഷൻസ് അത്ര ഒബ്വിയസ്ലി ഞാൻ ഫിക്ഷൻസ് വായിക്കുന്നത് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ ഫിക്ഷൻസ് ഞാൻ അത്ര ചൂസ് ചെയ്യാറില്ല. പക്ഷെ ഫിക്ഷൻ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഓരോ ലൈൻസും ആ ഒരു സ്റ്റോറി ആയിട്ട് ഇൻക്ലൂഡ് ആയി വരുമ്പോഴേ നമുക്കത് കുറച്ചും കൂടി ഡീപ്പ് ലെവലിൽ ഹിറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒന്നും പറയാനില്ല. കൂടുതൽ തോന്നിക്കൊണ്ടിരിക്കുക. നൈസാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ലൈബ്രറി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് മറ്റേ അമർത്യാസൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ബുക്കില്ലേ, അതിൻ്റെ ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലൈബ്രറി കൊണ്ടുവയ്ക്കണം. എനിക്ക് എന്തായാലും ഇപ്പോൾ ആ ബുക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആ ഫ്ലോ പോയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പിന്നെ എന്താ ലൈബ്രറി കൊണ്ടുവയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ലൈബ്രറി പോയി. ലൈബ്രറി പോയിട്ട് ആ ബുക്ക് വെച്ചു. നാട്ടിലത്തെ ഇവിടുത്തെയും ലൈഫിൻ്റെ പേസ് അല്ലെങ്കിൽ ലൈഫിൻ്റെ റിതം ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ പോയി അറിയാലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോളിഡേ മൂഡാണ്. അപ്പം നമ്മൾ രാവിലെ എണീക്കുന്നതും കാരണം ചെയ്യുന്നതൊക്കെ ഒരു സ്ലോ ആയിട്ടുള്ള ഇതായിരിക്കും, പരിപാടികളില്ലെങ്കിൽ കേട്ടാ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ രാവിലെ എണീക്കുക, പഠിക്കുക, ആ ഒരു വൈബാണ് മൊത്തത്തിൽ. പിന്നെ ഇവിടുത്തെ കുറച്ച് ശീലങ്ങൾ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് നടക്കാൻ പോലെ അങ്ങനെ കുറച്ച് ഇതുണ്ട്. ശീലങ്ങൾ നമ്മളാണ് ഒബ്വിയസ്ലി ചെയ്യുന്നത്, അതെനിക്കറിയാം. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ ഹാബിറ്റ്സ് കുറച്ച് ഇങ്ങനെ മാറും, ഇവിടെ അനുസരിച്ച് വീണ്ടും മാറും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ഗ്രോത്ത് സോണിന് കംഫർട്ട് സോണിൻ്റെ ഡിഫറൻസ് ആയിരിക്കും മെയിനായിട്ട്. ഇവിടെ നമ്മൾ രാവിലെ നടക്കാൻ പോലും പിന്നെ പഠിക്കാതിരിക്കില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും കുറച്ചെങ്കിലും ഫ്രീ കിട്ടുക. പിന്നെ നൈറ്റൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ പഠിക്കാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഷൂട്ടിങ് സംഭവങ്ങളൊക്കെ മെയിനായിട്ട് ഉച്ച തിരിഞ്ഞും നൈറ്റ് ആയിരിക്കും. ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ഞാൻ നോക്കിന്ന് ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ ഉച്ചയ്ക്ക് ഷൂട്ടിങ് ഇങ്ങനെ നടക്കുന്നു തോന്നുള്ള ഈ ടൈമോ അപ്പോൾ ഈ ലൈറ്റിങ് ഭയങ്കര. അപ്പോൾ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ ഇന്ന് റീഡിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ബാക്കി 3 ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 7 മണിക്ക് എടുത്താൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വർക്കൗട്ടും ബാക്കി തീർക്കണം. ഓക്കെ, നോക്കട്ടെ, ബാക്കി ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മൾ വർക്കൗട്ട് ചെയ്ത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അതിന് വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തത്. മെഡിറ്റേറ്റ് കുറച്ച് നേരം അങ്ങനെയായിരുന്നു. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പതുക്കെ മൈൻഡും മൊത്തത്തിലൊന്ന് കാമായി വരണ പോലെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിന് ശേഷം ജേണൽ അതിനിരുന്നു. ജേണലിനോട് കൂടി ഇന്നത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കറിയാം ടൈം മൊത്തത്തിലൊന്നൊരു മാറിക്കിടക്കാണ്, മൊത്തത്തിൽ നിറം തെറ്റിക്കിടക്കാണ്. നോക്കട്ടെ, ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കൊന്ന് സെറ്റാകാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.